എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായി നാട് മുഴുവൻ കൈകോർക്കുകയാണ്. എറിയാട് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ മുടവൻകാട്ടിൽ അസ്ബു മകൻ 27 വയസ്സുള്ള ആഷിഫിനാണ് വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ആഷിഫിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് 25 ലക്ഷം രൂപ ചിലവ് വരും. ഈ തുക സംഘടിപ്പിക്കാനായി നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇയാൾ ചികിത്സയിൽ കഴിയുന്നത്. ആഷിഫിന്റെ ജീവൻ രക്ഷിക്കാൻ ശസ്ത്രക്രിയകളാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് നൽകേണ്ട തുക ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ അത്താണിയായ ആഷിഫിന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്താൻ നാട്ടുകാർ കഠിന പരിശ്രമത്തിലാണ്. ആഷിഫിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി സന്മനസ്സുള്ളവർ സഹായം നൽകണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ചെയർമാൻ ഫൗസിയ ഷാജഹാൻ, ജനറൽ കൺവീനർ PS മുജീബ് റഹ്മാൻ, ഉണ്ണി പിക്കാസോ, TK സുൽഫിക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തില് 6-ാം വാർഡിൽ താമസിക്കുന്ന അസ്ബുവിന്റെ മകനായ ആഷിഫ് 17-ാം തീയതി പരപ്പാലത്തിൻ്റെ അവിടെ വെച്ച് ബൈക്ക് ആക്സിഡൻറ്റിൽ പോസ്റ്റിലിടിച്ച് തലക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. ആളിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. അപ്പോൾ ആളുടെ 3 ഓപ്പറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. 25 ലക്ഷം രൂപയോളം അതിന് ചിലവ് വരും. ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അപ്പോൾ ഇത് ഞാൻ വാർഡ് മെമ്പറായ ഞാൻ ചെയർമാനും മുജീബ് റഹ്മാൻ കൺവീനറും സുൽഫിക്കർ ട്രഷററുമായിട്ട് സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും നമ്മളൊരു ഷഹീൻ മൊയ്തീനെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പല സ്ഥലത്തു നിന്നും നമ്മൾ പല രീതിയിലും ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചത്. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് നമ്മുടെ ഇത് എത്തണം. ഈ ആഷിഫിനെ രക്ഷിക്കാനായിട്ട് എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ആഷിഫിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. 17-ാം തീയതി ഞായറാഴ്ച അഴീക്കോട് പുത്തമ്പള്ളി പരിസരത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് പരിക്ക് പറ്റിയ മാടവന മുടവൻകാട്ടിൽ അസ്ബു മകൻ ആഷിഫ് ഗുരുതരമായ അവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി മാടവന മേഖലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയൊക്കെ സഹകരണത്തോടും പിന്തുണയോടും കൂടി ആഷിഫ് ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഷിഫ് ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ചെറിയൊരു പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം 25 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഒരു സർജറിയിലൂടെ 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ സർജറിയിലൂടെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്ന സമയമാണിപ്പോൾ. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നിർധനരായ അസ്ബുവിൻ്റെ കുടുംബത്തിന് ഒരു താങ്ങും തണലുമായി നാം ഈ നാട്ടിലെ മുഴുവൻ ആളുകളിൽ നിന്നാൽ മാത്രമേ ആ ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സർജറി വെള്ളിയാഴ്ചയോടുകൂടി നടത്തണമെന്നാണ് ഡോക്ടർമാർ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നും ജോലിക്ക് പോയി കൂലിവേല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ആഷിഫിൻ്റെ കുടുംബം. അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹവും ഉൾപ്പെടെ സഹോദരൻ ഉൾപ്പെടെയുള്ള 3 പേരും ദൈനംദിനം കൂലിവേല ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തെ സഹായിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സുമനസ്സുകളും തയ്യാറാകണമെന്ന് ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.